അണ്ടർസ്റ്റാൻഡ് ടുഡേ എങ്ങനെയാണ് നമ്മൾ ന്യൂസിനെ കുറിച്ച് ഏതെങ്കിലും ന്യൂസ് നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ മൂവീസിൽ കാണുന്ന ഒരു ന്യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ ന്യൂസ് ആവാം, അതിനൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഗിവിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. നമ്മളൊരു ന്യൂസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചിലപ്പോൾ ഹാപ്പി ന്യൂസ് ആവാം, ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസ് ആവാം, ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ന്യൂസ് ആവാം. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഗിവിങ് ആൻഡ് റെസ്പോണ്ടിങ് ദ ന്യൂസ് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു നല്ല ന്യൂസ് കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കുക? ഐ എം റിയലി പ്ലീസ്ഡ് ടു ടെൽ യു ദാറ്റ്. ഐ എം റിയലി പ്ലീസ്ഡ് ടു ടെൽ യു ദാറ്റ് യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്. ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഈ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. I am really pleased to tell you that you have been selected for this job. I am really pleased to tell you that you are selected as the leader of this class. നിങ്ങളെ ലീഡറായിട്ടാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്? പലപ്പോഴും നമ്മൾ പറയുന്ന രീതി തെറ്റായ കാരണം നമുക്ക് ലാംഗ്വേജിൽ എന്താ പറയുക, ഒരു എക്സ്ക്ലൂസീവ്നെസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ വെൻ യു യൂസ് ദീസ് വേർഡ്സ്, ഇതുപോലത്തെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ന്യൂസാണ് എങ്ങനെയാ? ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ഓഫ് ഗുഡ് ന്യൂസ് ടു ടെൽ യു. ഐ ഹാവ് ഗോട്ട്, ചെറിയൊരു ന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു നല്ലൊരു ന്യൂസാണ്. ഐ ഹാവ് ഗോട്ട് a bit of good news to tell you. A bit of good news. നോക്കൂ, വെറുതെ ഒരു ഗുഡ് ന്യൂസ് എന്നല്ല, ബിറ്റ് ഓഫ് ഗുഡ് ന്യൂസ്. ഒരു ചെറിയൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എക്സ്ക്ലൂസീവാണ്. വെറുതെ ഗുഡ് ന്യൂസ് എന്ന് പറയാം, ബട്ട് എ ബിറ്റ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ആഡ് ഓൺ ആണ്. ഇറ്റ് ബ്രിങ്സ് എക്സ്ക്ലൂസീവ്നെസ്. അപ്പോൾ ഇതായി. ഇനി നെക്സ്റ്റ് ആണ് ഐ ഹാവ് ഗോട്ട് സം ഗുഡ് ന്യൂസ് ഫോർ യു. ഐ ഹാവ് ഗോട്ട് സം ഗുഡ് ന്യൂസ് ഫോർ യു. ഇനി ഗുഡ് എന്ന് പറയുന്നത് പല പ്രാവശ്യവും നമുക്ക് അത് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബ്രില്യൻ്റ് എന്ന് ഉപയോഗിക്കാം, വണ്ടർഫുൾ എന്ന് ഉപയോഗിക്കാം. ഐ ഹാവ് സം ബ്രില്യൻറ്റ് ന്യൂസ് ടു ടെൽ യു. ഐ ഹാവ് സം വണ്ടർഫുൾ ന്യൂസ് ടു ടെൽ യു. ഒന്ന് മാറ്റി ഒന്ന് നോക്കൂ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ഹാവ് സം വണ്ടർഫുൾ ന്യൂസ് ടു ടെൽ യു. ഐ ഹാവ് സം ബ്രില്യൻറ്റ് ന്യൂസ് ടു ടെൽ യു. മാറ്റി പറയുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജിന് ഒരു എക്സ്ക്ലൂസീവ്നെസ് വരുന്നത്. ഇനി അടുത്തതാണ് you know what, I have got a bit of great news for you. You know what? നിങ്ങൾക്ക് അറിയാമോ? എന്താണ് അറിയുന്നത്? എനിക്കൊരു വണ്ടർഫുൾ ന്യൂസ്, ഒരു നല്ലൊരു ന്യൂസ് നിങ്ങളോട് പറയാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. സോ you know what I have got a bit of great news for you. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്. ഗ്രേറ്റ് ന്യൂസ് ഡയറക്റ്റ് പറയാം, യു എന്നൊന്നും പറയാതെ ഡയറക്റ്റായിട്ട് പറയാം ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മൾ ഈ ഒരു വേർഡ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ഐ എം റിയലി പ്ലീസ്ഡ് ടു ടെൽ യു. ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ഓഫ് ഗുഡ് ന്യൂസ് ടു ടെൽ യു. ഐ ഹാവ് ഗോട്ട് സം ഗുഡ്, ബ്രില്യൻറ്റ്, വണ്ടർഫുൾ. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഗുഡോ, ബ്രില്യൻറ്റോ, വണ്ടർഫുൾ ന്യൂസ്. യു നോ വാട്ട്, ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ഓഫ് ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. വെറും യു എന്ന് പറയാതെ ഗ്രേറ്റ് ന്യൂസ് ഫോർ യു എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രേറ്റ് ന്യൂസ് ഫോർ യു ഡിയർ, യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്. അപ്പോൾ ഇങ്ങനത്തെ രീതികളിൽ നമുക്ക് നല്ലൊരു ആശയം അല്ലെങ്കിൽ ന്യൂസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം ഗിവിങ് ബാഡ് ന്യൂസ്. നല്ല വാർത്തകൾ മാത്രമല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്തിൽ നല്ലതും സംഭവിക്കും, ചെറുതായിട്ട് പൊട്ടയും സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ ബാഡ് ന്യൂസ് എങ്ങനെയാണ് പറയാം? ബാഡ് ന്യൂസ്, ഐ ആം അഫ്രെയ്ഡ് ഐ ഹാവ് ഗോട്ട് സം ബാഡ് ന്യൂസ് ഫോർ യു. എനിക്ക് പറയുന്നതിന് ഭയങ്കര വിഷമമുണ്ട്, ബട്ട് ഐ ആം അഫ്രെയ്ഡ് ഐ ഹാവ് സം ബാഡ് ന്യൂസ് ഫോർ യു. യു ആർ നോട്ട് സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്. നോക്കൂ, അത് പറയുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ടൊരു ബാഡ് ന്യൂസ് പറയുന്നതും ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് വ്യത്യാസം, ഒരു ആഘാതം കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി
മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തേതാണ്, ഐ ആം സോറി, ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ഓഫ് ബാഡ് ന്യൂസ് ടു ടെൽ യു. ഐ ആം സോറി, ഐ ആം റിയലി സോറി. ഞാൻ പറയുന്നതിന് ക്ഷമ ചോദിക്കുന്നു, ബട്ട് എനിക്കൊരു ചെറിയ എന്താ പറയുക, നല്ലൊരു വാർത്തയല്ലാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഐ ഹാവ് എ ബിറ്റ് ഓഫ് ബാഡ് ന്യൂസ് ടു ടെൽ യു, സംതിങ് ബാഡ്. ഓക്കെ, നൗ നെക്സ്റ്റ്, ഐ റിയലി ഡോണ്ട് നോ ഹൗ ടു സേ ഇറ്റ്, ബട്ട് എനിക്കറിയില്ല ഞാൻ ഈ ആശയം എങ്ങനെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കും, ബട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ നോക്കൂ, ഞാൻ പറയുന്നത് ഡയറക്റ്റ് ബാഡ് ന്യൂസ് അല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബാഡ് ന്യൂസ് പറയുമ്പോൾ വെറുതെ ഒരു ബാഡ് ന്യൂസ് പറയാതെ കുറച്ച് ഓപ്പണിംഗ് ലൈൻസ്, ഒരു മുഖവര അല്ലെങ്കിൽ അതിന് ഓപ്പണിംഗ് ലൈൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കാം. മിനിമൈസിങ് ദ എഫക്റ്റ് ഓഫ് ദ നെഗറ്റിവിറ്റി. ഓക്കെ, നെക്സ്റ്റ്, ഐ റിയലി ഫീൽ ബാഡ് ടു ഹാവ് ടു സേ ദിസ്. ഐ റിയലി ഫീൽ ബാഡ്. നമ്മുടെ മനസ്സിൽ സന്തോഷമല്ല ഈ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ, ബട്ട് ഐ എം റിയലി സോറി ഡീപ്പ് ഡൗൺ ഫ്രം മൈ ഹാർട്ട്. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഈ കാര്യം പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഐ റിയലി ഫീൽ ബാഡ് ടു ഹാവ് സെഡ് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ബാഡ് ന്യൂസ് പറയുമ്പോൾ നമ്മൾ പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് റെസ്പോണ്ടിങ് ടു ഗുഡ് ന്യൂസ്. നിങ്ങൾ നല്ലൊരു വാർത്ത കേട്ടു, നല്ലൊരു ന്യൂസ് കേട്ടു, അതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു, അപ്പോൾ അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? വൗ, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. വൗ, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, വൗ, ദാറ്റ് സൗണ്ട്സ് എക്സൈറ്റിംഗ്. രണ്ടാമത്തതാണ് ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് റിയലി ഗ്രേറ്റ്, ദാറ്റ്സ് വണ്ടർഫുൾ. നോക്കൂ, അത് പറയുമ്പോൾ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. അത് പലപ്പോഴും പല ആൾക്കാർക്കും റിയാക്ഷൻ ഇല്ല. ആണോ, അങ്ങനെ സംഭവിച്ചോ എന്നല്ല, ദാറ്റ് സൗണ്ട്സ് റിയലി ഗ്രേറ്റ്. ഇനി ഹൗ ഫാന്റാസ്റ്റിക്, ഹൗ ഫാന്റാസ്റ്റിക്. വെറുതെ ഹൗ ഫാന്റാസ്റ്റിക് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാതെ കുറച്ചും കൂടി എക്സ്പ്രഷൻ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നമ്മുടെ വോയിസിലാണ് വരേണ്ടത്, നമ്മുടെ മുഖഭാവത്തിൽ. നമ്മൾ നാടകമല്ല നടിക്കുന്നത്, ബട്ട് ദാറ്റ് ഷുഡ് കം ഡീപ്പ് ഡൗൺ ഫ്രം യുവർ ഹാർട്ട്. നിങ്ങളൊരു നല്ല ന്യൂസ് കേൾക്കുമ്പോൾ അത് ഡീപ്പ് ഡൗൺ ഫ്രം യുവർ ഹാർട്ട്. നൗ ദാറ്റ്സ് ഗുഡ്. ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ബ്രില്യൻറ്റ്, ദാറ്റ്സ് വണ്ടർഫുൾ. അങ്ങനെ പറയാം. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗ്രേറ്റ് ന്യൂസ്, ദാറ്റ് റിയലി സൗണ്ട്സ് ലൈക്ക് എ, ഞാൻ കണ്ടോ, ദാറ്റ് റിയലി സൗണ്ട്സ് ലൈക്ക് എ ഗ്രേറ്റ് ന്യൂസ്. നല്ലൊരു ഇത് കേട്ടു, അവൻ വീട് പണിയാണ്. ഓ, ദാറ്റ്സ് സൗണ്ട്സ് റിയലി ഗ്രേറ്റ് ന്യൂസ്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ഗ്രേറ്റ് ന്യൂസ്. സൂപ്പറാണ്, നല്ലൊരു വാർത്തയാണല്ലോ ഞാൻ കേട്ടത്. അല്ലെങ്കിൽ അവനൊരു കാർ വാങ്ങിച്ചു, കോൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ന്യൂസിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ഓക്കെ, നൗ നെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റെസ്പോണ്ടിങ് ടു ബാഡ് ന്യൂസ്. റെസ്പോണ്ടിങ് ടു ബാഡ് ന്യൂസ്, എങ്ങനെയാണ് ബാഡ് ന്യൂസിന് റെസ്പോണ്ട് ചെയ്യുക? നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ കുറിച്ചോ ഒരു നല്ല വാർത്തയല്ല കേട്ടത്, ദുഃഖകരമായ ഒരു വാർത്തയാണ് കേട്ടത്. എങ്ങനെയാണ്? ഐ എം വെരി ഓഫുള്ളി സോറി ദാറ്റ് യു മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. നിനക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൽ ഞാനത് കേട്ടപ്പോൾ തന്നെ നൊന്തു, അല്ലേ? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇങ്ങനൊരു അവസ്ഥ നിനക്ക് വന്നല്ലോ. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഇത് പോസിറ്റീവ് ന്യൂസിനല്ല, ബട്ട് റാദർ നെഗറ്റീവ് ന്യൂസിനാണ്. ഐ കാൺട്ട് ബിലീവ് ദിസ്, ഐ കാൺട്ട് ബിലീവ് ദിസ്. നോക്കൂ, ആ പറയുമ്പോൾ ആ ടോൺ വ്യത്യാസം. ഐ കാൺട്ട് ബിലീവ് ദിസ്. ഓക്കെ, പുവർ യു, പാവം, കഷ്ടം, പാവം, പുവർ യു. ഓക്കെ, ഐ നോ ഹൗ യു മസ്റ്റ് ഹാവ് ബീൻ ഫീലിംഗ്. ഐ നോ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നോക്കൂ, നിങ്ങളൊരു ന്യൂസ് കേൾക്കുമ്പോൾ, നിങ്ങളുടെ സുഹൃത്ത് പറയുമ്പോഴും, നിങ്ങളൊരു ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു ന്യൂസ് ചാനലിൽ കേൾക്കുന്ന ഒരു ന്യൂസ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ അങ്ങനത്തെ ന്യൂസ്, നല്ല ന്യൂസോ അല്ലെങ്കിൽ ചീത്ത ന്യൂസോ അങ്ങനത്തെ കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്ത് ശരിക്കുക. മലയാളം മാത്രമല്ല, ഇത് എറ്റിക്കേറ്റ്സിൻ്റെ ഭാഗമാണ്. നല്ല ഒരു മാനേഴ്സ് ഉള്ളവർ നല്ല രീതിയിലാണ് നല്ല ന്യൂസും അല്ലെങ്കിൽ ദുഃഖകരമായ ന്യൂസും പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി. ട്രൈ ദിസ്. ഓക്കെ, ആൻഡ് ഫോർ മോർ സച്ച് വീഡിയോസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് us.